സ്വാഗതം. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ മടവൂർ പള്ളിയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നേർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് അവിടെ പോയി സിയാറത്തിന് പോലെ അതുപോലെ നമ്മൾ പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും ഉണ്ട് കേട്ടോ. വീട്ടിൽ കുറച്ച് സാധനം വാങ്ങാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു ഫുൾ ഔട്ടിംഗ് വ്ലോഗ് ആയിട്ട് അങ്ങോട്ട് വരാമെന്ന്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് വെച്ചാൽ കേട്ടോ. അപ്പോൾ നേരെ വീഡിയോ. ഗൈസ് ഇതാണ് കേട്ടോ സിയം മക്കാമ്. വലിയൊരു പള്ളിയാണ് കേട്ടോ. നമ്മൾ പോയ സമയത്ത് വലിയ തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ദുആ ചെയ്യാൻ വേണ്ടി പറ്റി. പിന്നെ പച്ച പട്ടും അതുപോലെ തന്നെ നൂലും കിട്ടിയിട്ടോ. ചില പള്ളിയിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ തിരക്കൊണ്ടായിരിക്കും പട്ട് കിട്ടലുണ്ടാവില്ല കേട്ടോ, നൂല് മാത്രമാണ് കിട്ടലുണ്ടാവുക. പിന്നെ നമ്മൾ ചോദിച്ച് വാങ്ങും പട്ടില്ലെന്ന് ചോദിച്ചിട്ട്. പിന്നെ ചിലയിടത്ത് അരിയും കിട്ടും കേട്ടോ. ഇവിടെ അരി കൊടുക്കലില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ ദുആ ഒക്കെ ചെയ്ത് അങ്ങനെ ഇറങ്ങിയിട്ടോ. ഇവിടെ ആണെങ്കിൽ ഇന്ന് നേർച്ചൻ്റെ ചോറുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ കഴിക്കാണ്ടാണ് ഇറങ്ങിയത്. ശരിക്കും നേർച്ചൻ്റെ ചോറ് കഴിക്കാന്ന് വെച്ചാൽ അതും ഒരു ബർക്കത്താണ് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുത്തെ നേർച്ചൻ്റെ ദിവസം വരുന്നത് ഗൈസ് ഏപ്രിൽ 3 ഉം 4 ആണ് കേട്ടോ. നമ്മൾ നേർച്ചൻ്റെ മുന്നേ ആണ് വന്നത്. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരു ഹോട്ടലിലേക്ക്. ഇപ്പയും അല്ലൂസും ഉമ്മയൊക്കെ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്, നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ആ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഐറ്റംസ് ഒക്കെ ഫിഷ് വരുന്നുണ്ട്. ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച സ്പോട്ട് ഉണ്ടല്ലോ ഗൈസ്, നല്ലൊരു അടിപൊളി സ്പോട്ടാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഗൈസ് അങ്ങനെ നമ്മൾ ഗോകുലമാളിൽ വന്നതാണ് കേട്ടോ, കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ആണെങ്കിൽ കുറച്ച് ഓഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് സാധനം എടുക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ സോപ്പ് ഇനി കുറച്ച് പച്ചക്കറി എടുക്കാനുണ്ട്. പിന്നെ അരിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് കേട്ടോ. മുമ്പ് കഴിഞ്ഞപ്പോൾ ഈ സാധനങ്ങളൊക്കെ തീർന്നു. അപ്പോൾ പോയി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം പീസ് വരുന്നുണ്ട്. നമ്മളിപ്പം പച്ചക്കറീൻ്റെ സെക്ഷനിലാണ് പോകുന്നത്. കുറച്ചൊക്കെ എടുത്ത് ഇനി കുറച്ചും കൂടി എടുക്കാനുണ്ട്. എടുക്കാണെങ്കിൽ നമ്മളവിടെ ഇപ്പൻ്റെ ഫോണ് നന്നാക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഇന്ന് രാവിലെ മുതൽ ഇപ്പൻ്റെ ഓണാവുന്നില്ല, ഒന്നും ആവില്ല, അങ്ങനെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോയില്ല. ഫോണിന് സർവീസ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പച്ചക്കറി എടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ തക്കാളി എടുക്കാൻ കേട്ടോ. ഇപ്പോൾ ഉള്ളി എടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ തക്കാളി എടുക്കാനുണ്ട്. ഇപ്പം കുറച്ച് ഉണ്ടാവാറുണ്ട്. ഇതുമായിട്ടുള്ളതൊക്കെ എടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ എടുത്ത് പറഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒക്കെ നമുക്ക് പറ്റുള്ളൂ. പച്ചക്കറി മതി മതി. ഗൈസ് ഈ സാധനങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. നമ്മളവിടെ ചതുര നെല്ലിക്ക എന്നാണ് പറയൽ. ചില ആൾക്കാർ അരിനെല്ലിക്ക എന്നും പറയും കേട്ടോ. അതിൽ എഴുതിയത് അരിനെല്ലിക്ക. പിന്നെ ഇതെന്താ
അച്ചാറോ? പിന്നെ ഇതാ അവിടെ കാന്താരി ഉപ്പിലിട്ടതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്തൊക്കെ അച്ചാറൊക്കെ ഉണ്ട്. ആ അത് ഇവിടെ പിന്നെ പല ടൈപ്പ് അച്ചാറുകളുണ്ട് കേട്ടോ. ഗൈസ് ഇതാ അവിടെ ഫൈറ്റർ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെയോ ചെടികളൊക്കെ ഉണ്ട്. ഇത് പ്ലാസ്റ്റിക് അല്ലല്ലോ, ആണോ? പ്ലാസ്റ്റിക് അല്ല കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ ഫിഷിൻ്റെ സെക്ഷനിലേക്കൊന്ന് വെറുതെ പോയി നോക്കിയതാണ് കേട്ടോ. ചിക്കൻ, ബീഫ്, മട്ടൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേറെ തന്നെ സെക്ഷനായിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് ഞങ്ങൾ പോക്കന്നെയില്ല. പിന്നെ ഫിഷ് കണ്ടപ്പോൾ പിന്നെ അതിൻ്റെ റേറ്റൊക്കെ ഒന്ന് നോക്കാമെന്നുള്ളതിൽ വെറുതെ കയറി നോക്കിയതാണ്. പിന്നെ എന്തായാലും വന്ന സ്ഥിതിക്ക് ഒരു വീഡിയോ കൂടെ ആവുമല്ലോ, അങ്ങനെ അതും ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇവിടെ ഡ്രീം കേക്കിന് ഓഫർ ഉണ്ട് കേട്ടോ. 179 രൂപയാണ് ഈ ഡ്രീം കേക്കിന് വരുന്നത്, 400 ഗ്രാമിന്. എല്ലാവരും ഓരോന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് ഇവിടെ എന്തോ വില കുറവുണ്ടെന്ന്. അപ്പം അങ്ങനെ നമ്മൾ ഇതൊന്ന് ചെറുതുണ്ട്, എല്ലാവരും വാങ്ങുമ്പോൾ നമ്മളും കൂടെ വാങ്ങും. പിന്നെ ഇവിടെ ഒക്കെ വാങ്ങുമ്പോൾ ഒരു 3 സ്പൂൺ വാങ്ങാൻ പറയണം, അല്ലെങ്കിൽ വീട്ടിൽ പോയി അടിപിടിയാവും. പിന്നെ ഇവിടെ ഓരോരോ കേക്ക് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒക്കെ റേറ്റ് ഇവിടെ ഉണ്ട്. അത് വേണ്ട, മാങ്ങ മാത്രമുള്ള മതി. കുറേ ഉള്ള എടുക്ക, കുറേ ഉള്ള ഏതാ? കുറച്ച് പഴുത്ത എടുക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. പൈനാപ്പിൾ ഉണ്ട് ഇവിടെ, പൈനാപ്പിൾ, മാങ്ങ, പിന്നെ മിക്സ്ഡ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഗ്രാമിനനുസരിച്ച് ഇതിൻ്റെ റേറ്റ് കൂടുന്നതും കുറവുന്നതൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ചുള്ള മതി, കുറേ ഉള്ള ഗ്രാമുള്ള വേണ്ട, കുറച്ച് മതി. ഇവിടൊക്കെ സ്നാക്സ് ഐറ്റംസ് ആണ് കേട്ടോ. ഇതിനെന്തേലും നമ്മൾ പറയല് പൂള പൊരിച്ചത്. വേറെ അവിടെ കപ്പ, കപ്പ എന്നാണ് പൂളക്ക് പറയാം കേട്ടോ. കടലമുട്ടായി, എള്ള്, അത് പൂള, കുറേ നൊസ്റ്റാൾജി ആയിട്ടുള്ള മുട്ടായി. ഇതൊക്കെ അതുപോലത്തെ സ്നാക്സ് ഐറ്റംസ് ആണ് കേട്ടോ. ഇതൊന്നും നമ്മൾ വാങ്ങുന്നില്ല. ഇതൊന്നും പൊതുവേ നമ്മളിവിടെ വന്നാലും വാങ്ങലില്ല കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ നമ്മൾ അടുത്തുള്ള പീടികയിൽ വാങ്ങും. ഗൈസ്, നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഫ്ലോറിലും കൂടെ ഒന്ന് പോയി നോക്കാം. നമ്മൾ സാധാരണ ഗൂഗിളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഹൈപ്പർ മാർക്കറ്റിൽ ആ 4th ഫ്ലോറിലെ ഗെയിമിങ്ങിൻ്റെ സ്ഥലത്തുമാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കിയാലോ. നമ്മളങ്ങനെ ഒരു ടോയ്സിൻ്റെ ഷോപ്പ് കയറിയതാണ് കേട്ടോ. സോഫ്റ്റ് ടോയ്സ് മാത്രമല്ല, ഇവിടെ കാറും ഒക്കെ ഉണ്ട്. അപ്പുറത്ത് നല്ല സോഫ്റ്റ് ടോയ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അല്ലാണ്ട് ഇനോൾക്ക് ഇങ്ങനത്തെ ഒക്കെ കൊടുക്കുക. പക്ഷെ എപ്പോഴും കൊടുത്തിട്ട് കാര്യമില്ല, കുറച്ചും കൂടെ വലുതായിട്ട് വിവരം വെക്കുന്ന പ്രായത്തിൽ കൊടുത്താലേ ഇതൊക്കെ എന്താണെന്നുള്ളത് അറിയില്ല. ഗൈസ്, അവിടെ ഉള്ള ഇതൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഏതെടുത്താലും 1500 ഉണ്ടോ ഗൈസ്? ഇത് നോക്കട്ടെ, ഇത് സ്റ്റാൻഡും ഉണ്ട്. ഗ്രീൻ കളർ പാൻറ് വരുന്നുണ്ട് കേട്ടോ. ഇതിനൊക്കെ 500. ഏതെടുത്താലും 500. നമ്മളിവിടെ ഷോപ്പിൻ്റെ പരസ്യം ചെയ്യാണ്. ഗൈസ്, നമ്മളങ്ങനെ എപ്പനെ കാത്തുനിന്ന് കട്ട പോസ്റ്റ് ആയപ്പോൾ അമ്മ പറഞ്ഞ് എന്തെങ്കിലും വാങ്ങാം കഴിക്കാൻ വേണ്ടിയിട്ടെന്ന്. അങ്ങനെ അമ്മക്കൊരു ഫലൂദയും അല്ലൂസിനൊരു കോൺ ഐസ്ക്രീമും വാങ്ങിയിട്ട് ഈ മിനി ഫലൂദയ്ക്ക്
100 രൂപയാണ് കേട്ടോ. അല്ലൂസിൻ്റെ കോൺ ഐസ്ക്രീമിന് 80 രൂപ. അപ്പോൾ ഈ നമ്മൾ മിനി വാങ്ങിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലുത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിങ്ങ് മടുക്കും. ചെറുതാകുമ്പോൾ വേഗം കഴിയല്ലോ അങ്ങനെ. പിന്നെ ഞാനും ലിയോ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. എനിക്ക് ലിയക്കും എന്തെങ്കിലും കുറച്ച് കഴിക്കുമ്പോഴത്തേക്കും തന്നെ വയറ് വേഗം നിറയും. അപ്പോൾ നമ്മൾ ആ ഉച്ചക്ക് കഴിച്ച ഫുഡ് തന്നെ നമ്മൾ അത്യാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറെ ഒന്നും കഴിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു മിനി ഫലൂദ. ഗൈസ്, ഈ മിനി ഫലൂദയിൽ എന്തൊക്കെയാണെന്ന് അറിയില്ല. സ്ട്രോബെറീൻ്റെ പിസ്തൻ്റെ ഒരു സിറപ്പുണ്ട്, പിന്നെ കസ്കസ്, സേമിയ, കട്ട് ഫ്രൂട്ട്സ്, നട്ട്സ്, പിന്നെ ഐസ്ക്രീം വാനില ഫ്ലേവറാണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്തത്. എനിക്ക് തോന്നുന്നു നമ്മൾ പറയുന്ന ഫ്ലേവർ ഇടുന്നു തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും ഉമ്മക്കത് ഇഷ്ടമായി. ഇത് നമ്മൾ ഒരു സ്പൂണ് വെച്ച് കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്കും അത് ഒലിച്ച് താഴോട്ട് ഇറങ്ങും, തൂത്തു പോവും. അപ്പോൾ ഉമ്മ 2 സ്പൂണൊക്കെ വെച്ച് കഴിക്കാൻ നോക്കി. പക്ഷേങ്കിൽ അത് മിക്സ് ചെയ്യാൻ തന്നെ കുറച്ച് പണിയാണ്. കുറച്ചും കൂടെ വലിയ ഗ്ലാസ് ആണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ട് വിചാരിക്കുന്നത്, ഇഷ്ടമാവാൻ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ പള്ളീൻ്റെ ഒക്കെ കുറച്ചേ എടുത്തിട്ടുള്ളത്. കുറച്ച് എടുത്തിട്ടുള്ളായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ്